അതുപോലെ ഈ പെൻഷനും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കിട്ടും എന്നാണ് അവര് പറഞ്ഞത്. ഇത് മാറിക്കഴിഞ്ഞ മാറിക്കഴിഞ്ഞാൽ അവരുടെ വെറും ഒരു ധാരണ തന്നെയല്ലേ, തെറ്റായ പറഞ്ഞത്. തെറ്റായ ധാരണയല്ലേ. അപ്പൊ LDF തന്നെ പോകുന്നതല്ലേ നല്ലത്. അതെ, തീർച്ചയായിട്ടും. ഒരു പോസ്റ്റാണ്. അപ്പൊ ഈ പിണറായി മാറിയാൽ ഈ പെൻഷനും കാര്യങ്ങളെല്ലാം കൃത്യം കിട്ടിക്കോളും. മാറണം എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. അപ്പൊ താങ്കളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? മാറണ്ടേ? അത് പറയാം. മാറണം. മാറിക്കഴിഞ്ഞാൽ സംശയം? പുള്ളി മാറണം. മാറിക്കഴിഞ്ഞാല് ഈ ഇതെല്ലാം കൃത്യമായിട്ട് ഇതുപോലെ നടക്കും. പിന്നെന്താ, ഒരു സംശയമില്ല. അപ്പൊ ഇതിനു മുമ്പ് 18 മാസം പെൻഷൻ പെൻഡിങ് അവരുണ്ടല്ലോ, പിന്നെ ഇലക്ഷൻ വരുമ്പോഴല്ലേ കൊടുത്തു തീർക്കുന്നൊക്കെ. എല്ലാ പ്രാവശ്യങ്ങളിലും അവര് വരുമ്പോ പെൻഡിങ് ആയിട്ടുള്ളല്ലോ. അതെ, ഇതിനെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ 2000 രൂപ പെൻഷനിൽ 100 രൂപയാണ് അവർ വർദ്ധിപ്പിച്ചത്. മുമ്പ് 2500 രൂപ അല്ലേ പെൻഷൻ പറഞ്ഞായിരുന്നത്. 2500 രൂപ പെൻഷൻ പറഞ്ഞു എന്നുള്ളത് അവസാനം വരെയുള്ളത്. നമ്മൾ UDF ആകെ കൊടുത്തേക്കുന്നത് 100 രൂപയാണ് കൂട്ടി കൊടുത്തത്. 45 രൂപ മുതൽ 2000 രൂപ വരെയുള്ള പെൻഷനിൽ UDF ആകെ കൂട്ടി അനുവദിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2000 രൂപ 100 രൂപയാണ്. ആ 100 രൂപ കൊടുത്തിട്ടില്ല. ആ പ്രഖ്യാപിച്ചു കൊടുത്തത് ഈ LDF സർക്കാർ വന്നപ്പോഴാണ് കൊടുത്തത്. അപ്പൊ ഇതുവരെ 1 രൂപ പോലും വർദ്ധിപ്പിച്ചുള്ള കൊടുത്തിട്ടില്ല. അതുപോലെ കഴിഞ്ഞ ഭരണത്തിന് ഒരു പെൻഷൻ മാത്രമല്ല വേറൊരു കാര്യം പറയട്ടെ. ഈ ജനങ്ങളുടെ അടുത്തുനിന്ന് സെസ് ആയിട്ട് പെട്രോളിന് 2 രൂപ കൂടുതൽ മേടിക്കണ്ടല്ലോ. അത് ഈ വാർദ്ധക്യ പെൻഷൻ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണെന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തോന്നാണ് അതും ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടാണ് ഈ പെൻഷൻ പോലും കൊടുക്കുന്നത്. അല്ലാണ്ട് കൊടുക്കാൻ വയ്യേ? കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ചുമ്മാ ചുമ്മാ പറയുന്ന കേന്ദ്രം എല്ലാം കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് കൊടുക്കുന്നു. എല്ലാ സംസ്ഥാനത്തിനും കൊടുക്കുന്ന പോലെ തന്നെ കേരളത്തിനും കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നില്ലെന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 2000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്. 2000 രൂപ പെൻഷൻ 2000 രൂപ നിങ്ങൾ ആക്കിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങളത് കൃത്യമായിട്ട് കൊടുക്കണ്ടെന്നുള്ള പിന്നീട് കാണാൻ പോണ്ട കാര്യമല്ല. അല്ല, ഇപ്പൊ ഇതുവരെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ മെയ് മാസം വരെയുള്ള അനുവദിച്ചു. അപ്പൊ വേറെ സംസ്ഥാനം കൊടുക്കണില്ലെങ്കിൽ വേറെ സംസ്ഥാനത്ത് വേറെ പല ആനുകൂല്യങ്ങളും ഉണ്ട്. അതിപ്പോ ഈ 5 ലക്ഷത്തിന്റെ ഈ ഇൻഷൂർ ഉണ്ടല്ലോ ഈ ജനങ്ങൾക്ക് ഹോസ്പിറ്റൽ വഴി, അത് നമ്മുടെ നാട്ടിലുണ്ടോ? ഈ 5 ലക്ഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് ചികിത്സയ്ക്ക് പൈസ വേണ്ട എല്ലാ സംവിധാനങ്ങളും എല്ലാ ഹോസ്പിറ്റലുകളും ഹൈടെക് ആക്കി. ഇവിടെ തന്നെ ഭാര്യ കടന്നിട്ട് 1.25 ലക്ഷം രൂപയായി. ഏത് ഹോസ്പിറ്റലാണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപ്പൊ ജനങ്ങൾക്ക് എന്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ BPL കാർഡും കാര്യങ്ങളും എല്ലാം ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കൊടുത്തിരുന്നു. അതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയില്ല. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. അതൊന്നും ഇലക്ഷൻ ആയിട്ടുള്ള PR വർക്ക് മാത്രമാണ്. ഒന്നും നടക്കില്ല. ജനങ്ങൾക്ക് അറിയാം, ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് ശരിക്കും ഞാൻ ഈ സംസ്ഥാനത്തുള്ളതാണോ, എനിക്കറിയാലോ എന്തൊക്കെയാണ് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്റെ അഭിപ്രായം എങ്ങനെയാണ്, താല്പര്യമില്ല. ഈ LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഈ റോഡുകൾ ഇത്രയും നന്നായത്. ഇവിടെ കേരളത്തിലെ ഒരു 10 വർഷം മുമ്പ് നോക്കിയാൽ ഇവിടുന്ന് ഈ നേര്യമംഗലത്തുനിന്ന് കോതമംഗലത്തിന് പോണ വഴിക്ക് കുഴിയില്ലാത്ത ഒരൊറ്റ സ്ഥലം ഉണ്ടായിരുന്നില്ല. 1 കിലോമീറ്റർ തേച്ച് കുഴിയില്ലാത്ത സ്ഥലം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ LDF സർക്കാർ വന്നതിന് ശേഷമാണ് ആ റോഡുകൾ നന്നായത്. അതേപോലെ തന്നെ ഈ അടിമാലിക്ക് പോണ വഴിയിൽ നല്ല കുഴികളുണ്ടായിരുന്നു. LDF സർക്കാർ വന്ന പിന്നെയാണ് റോഡ് ഇത്രയും മികച്ചതായത്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ആളുകൾക്ക് പെൻഷൻ കിട്ടാൻ തുടങ്ങിയത്, ഈ വയസ്സായ കാരണവന്മാർക്ക് 600 രൂപ പെൻഷൻ, അതുപോലും 18 മാസം കുടിശ്ശികയൊക്കെ വെച്ച UDF സർക്കാർ പോയതിനു ശേഷം ആ ഓണത്തിന്റെ സമയത്ത് കുടിശ്ശിക തീർത്തു കൊടുക്കുന്നത് തന്നെയല്ല, 1000 രൂപ അന്നേരം 1000 രൂപ പെൻഷനാക്കി. 1000 രൂപ പെൻഷനാക്കി നിലവിലുണ്ടായിരുന്ന കുടിശ്ശിക കൂടെ തീർത്തു കൊടുത്ത് അങ്ങനെ ആ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചത് LDF സർക്കാരാണ്. വീട്ടിൽ എന്റെ അമ്മ പെൻഷൻ മേടിക്കുന്നതാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോഴും ഈ 2000 രൂപ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. 2000 രൂപ പെൻഷൻ. അത് മനസ്സിലാവണം എങ്ങനെയാണെന്ന് അറിയോ? ഈ തീർത്തും പ്രായമുള്ള ആളുകള്, നല്ല പ്രായമുള്ള ആളുകൾ, അവർക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ഈ പെൻഷൻ കിട്ടുന്ന പൈസ നോക്കിയിരുന്ന് അത് മേടിച്ചുകൊണ്ട് പോയി പെൻഷൻ മേടിച്ചിട്ട് പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചായ കൊണ്ട് കുടിച്ചിട്ട് പോകുമ്പോൾ അവർ പറയും പെൻഷൻ കറക്റ്റ് സമയത്ത് കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പം മുടങ്ങാതെ മരുന്ന് കഴിക്കാൻ പറ്റണെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇത് മേടിച്ചിട്ട് ഈ സർക്കാരിന് തെറി പറയുന്ന ആളുകളുണ്ട്. ആ കൂടെ അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ തീർത്തും പാവപ്പെട്ട ആളുകൾക്ക്, അവർക്ക് വീട്ടിലൊരു 10 പൈസക്ക് വരുമാനം ഇല്ലാത്ത പിള്ളേരോട് ചോദിച്ചാൽ അവര് വീട്ടിൽ മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കില്ലാത്ത പിള്ളേരെ
വരെയുള്ള വീടുകളുണ്ട്. അവർക്കൊക്കെ ഈ കാരണവന്മാർക്ക് പെൻഷൻ ഒരു ആശ്വാസം തന്നെയാണ്. അതേപോലെ സ്കൂളുകൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്കൂള് ആശുപത്രി ഒക്കെ നല്ല രീതിയിൽ ഇപ്പൊ നമ്മളിവിടെയുള്ള PHC ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അവിടെ 2 ഡോക്ടർമാരുണ്ട്. അവർ വൈകിട്ട് 4 മണി വരെ അവരുടെ സേവനമുണ്ട്. നേരത്തെ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയല്ല ഇപ്പൊ ഏത് മരുന്നിന് നമ്മൾ ചെന്നാലും മരുന്ന് അവിടെ കിട്ടും. നമ്മൾ ഒരു ആശുപത്രിയിൽ ചെന്നാൽ മരുന്ന് അവിടെ കിട്ടും. നേരത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരൊരു കുറിപ്പ് വരും, പുറത്തുനിന്ന് മേടിച്ചോളാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ മരുന്നും നമുക്ക് ആ കൂടെ അവിടെ നിന്ന് തന്നെ കിട്ടും. എന്നെ സംബന്ധിച്ചോളം LDF സർക്കാർ തന്നെ വരുന്നതാണ് ഈ നാടിന് ഏറ്റവും നല്ലതെന്നുള്ള കാഴ്ചപ്പാടാണ് എന്റെ. ഇത് ഇപ്പൊ ഈ പുള്ളി സർക്കാർ ചെയ്യണം നല്ലത്. അതിനകത്ത് വേറെ ആരെന്ത് കൊടുത്താലും ശരിയല്ല. ഇത് മാറിക്കഴിഞ്ഞാൽ LDF മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. ഒന്നും കിട്ടില്ല, പെൻഷനും കിട്ടില്ല, ഒന്നും കിട്ടില്ല. എല്ലാം കുറയ്ക്കും, എല്ലാം കിട്ടില്ല, കൃത്യമായിട്ട് തരില്ല. ഒരു കേസും നടക്കും. ഓക്കെ. ഇതിനകത്ത് മാറാനിരിക്കണം. LDF അധികാരത്തിൽ വരുമല്ലോ വീണ്ടും. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് മാറാനൊന്നുമില്ല. LDF അധികാരത്തിൽ വരും. LDF മാറിക്കഴിഞ്ഞാൽ ഈ പെൻഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ താല്പര്യമായിരിക്കുമല്ലോ അത്. ഇത് പൊതുജനങ്ങളുടെ അഭിപ്രായം ഇതായിരിക്കണം എന്നില്ലല്ലോ. അതറിയാനാണ് നമ്മൾ ഇറങ്ങി. അതെ, നമ്മുടെ അഭിപ്രായം നമ്മൾ ഇന്ത്യ ആളാലോ. അപ്പൊ നമ്മുടെ അഭിപ്രായം ഇത് ഓപ്പോസിറ്റ് ആയിരിക്കും. LDF മാറണ്ട എന്നാണ്. പിന്നിൽ ഉറപ്പായിട്ടും മാറണ്ട. ഇത് തന്നെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ LDF തന്നെ വേണം. താങ്ക് യു.